എങ്ങനെയുണ്ട്? ഉമ്മ തോമസ് തന്നെ എങ്ങനെയുണ്ട്? ഇപ്പൊ രാവിലെ കണ്ണ് തുറന്നു, കൈകാലൊക്കെ അനക്കി റെസ്പോണ്ട് ചെയ്തു. മാറ്റമുണ്ട്. മാറ്റമുണ്ട് അല്ലെ? ഇന്ന് ആരാ കണ്ടത്? മക്കളെ നമസ്കാരം. തൃക്കാക്കര MLA ആയ ഉമാ തോമസിന്റെ അപകടം കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവം തന്നെയായിരുന്നു. കലൂർ ജവഹർലാൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് വയനാട്ടിലെ മൃദംഗ വിഷൻ എന്ന ഒരു സാംസ്കാരിക സംഘടന സംഘടിപ്പിച്ച മൃദംഗനാദം എന്ന നൃത്ത പരിപാടിയിലെ സംബന്ധിക്കുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് ഉമാ തോമസ് സ്റ്റേഡിയത്തിന്റെ 15 അടി മുകളിലുള്ള പവനിയിൽ നിന്നും താഴേക്ക് അതിദാരുണമായി പതിക്കുന്നതും ഗുരുതരമായി പരിക്ക് പറ്റുന്നതും. വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നഗരസഭയുടെ ഭാഗത്തു നിന്നും, അതായത് GCDAയുടെ ഭാഗത്തു നിന്നും, പോലീസിന്റെ ഭാഗത്തു നിന്നും, സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്നും മതിയായ സുരക്ഷ ഒരുക്കാത്ത നിർമ്മിതികളും അതുപോലെ തന്നെയുള്ള സംഘാടന പാഠവും തന്നെയാണ് ഉമാ തോമസ് MLAയുടെ അതിദാരുണമായ ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് വഴിവെച്ചത്. ഉമാ തോമസ് റിനെ മെഡിസിറ്റിയിൽ വിദഗ്ധമായ മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ ഇപ്പോഴും കഴിയുന്നു. എന്നാൽ ഉമാ തോമസിന്റെ ശ്വാസകോശത്തിനും ഉമാ തോമസിന്റെ മുഖത്തിനും വളരെയേറെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഴ്ചയിൽ വാരിയെല്ല് പൊട്ടി ശ്വാസകോശത്തിൽ തറഞ്ഞു കയറിയതിനാൽ അവിടെ രക്തം കട്ടപിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്വാസകോശത്തിൽ നീരുമുണ്ട്. ഇങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ ഉമാ തോമസിനുണ്ടായി. എന്നാൽ ഇപ്പോൾ ശുഭോദാർഹമായ മറ്റൊരു വാർത്ത കൂടി ആശുപത്രിയിൽ നിന്ന് വരുന്നു. ഇന്ന് രാവിലെ ഉമാ തോമസ് കണ്ണു തുറന്നിരിക്കുന്നു, കൈയും കാലും ചലിപ്പിച്ചു. അവരുടെ 2 മക്കൾ വിഷ്ണുവും വിവേകും അവരെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. ഉമാ തോമസിന്റെ സെക്രട്ടറിയാണ് ഇത്തരം കാര്യങ്ങൾ ക്രൈമിന്റെ ചീഫ് എഡിറ്റർ TP നന്ദകുമാറുമായി ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. കേരളത്തിലെ തീപ്പൊരി നേതാവായിരുന്ന, അഥവാ തൻ്റെ ശക്തമായ നിലപാടുകൾ കൊണ്ട് തൻ്റെ നിലപാട് തറയിൽ, അതായത് ഇടുക്കിയിൽ നിന്നും PT തോമസ് തൻ്റെ ഭാര്യയുടെ നാടായ തൃക്കാക്കരയിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് തൃക്കാക്കരയിൽ നിന്നും PT തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു നിയമസഭയിൽ MLA ആയി എത്തുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് സംഭവിച്ച ചില ശാരീരിക അസുഖത്തെ തുടർന്ന് അദ്ദേഹം അകാലത്തിൽ മരണപ്പെടുകയും അതേ തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ വിധവയായ ഉമാ തോമസ് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തൃക്കാക്കരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പരിവാരങ്ങളും നേരിട്ടെത്തി ഇത് ഞങ്ങൾ നയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്, LDFന്റെ തെരഞ്ഞെടുപ്പാണ്, LDF ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വിജയം നേടും, മുഖ്യമന്ത്രിയുടെ പിന്നിൽ എല്ലാവരും അണിനിരക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണ കോലാഹലങ്ങൾ അഴിച്ചുവിട്ട തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഉമാ തോമസ് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു കയറിയത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ വലിയ കനത്ത പ്രഹരം തന്നെയായിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ലാതെ മിത്രങ്ങളെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഉമാ തോമസിന് ഇത്തരത്തിൽ ഒരു വിധി വന്നത് ആർക്കും സഹിക്കാൻ സാധിക്കുന്നില്ല. ഉമാ തോമസിന് സംഭവിച്ച ഈ അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിരിക്കുന്നു, അതീവ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും സർക്കാരിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് വിദഗ്ധമായ എല്ലാ ചികിത്സയും ഉമാ തോമസ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്ന ഉമാ തോമസ് ഇന്ന് രാവിലെ കണ്ണു തുറന്നിരിക്കുന്നു, കൈകാലുകൾ അനക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉമാ തോമസിന്റെ സെക്രട്ടറി വ്യക്തമാക്കിയത്. ഉമാ തോമസിന്റെ സെക്രട്ടറി TP നന്ദകുമാറുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ ഉമാ തോമസ് അസുഖം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉമാ തോമസിന്റെ സെക്രട്ടറി ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഉമാ തോമസ് തന്നെ എങ്ങനെയുണ്ട്? ഇപ്പൊ രാവിലെ കണ്ണ് തുറന്നു, കൈകാലൊക്കെ അനക്കി റെസ്പോണ്ട് ചെയ്തു. മാറ്റമുണ്ട്. മാറ്റമുണ്ട് അല്ലെ? ഇന്ന് ആരാ കണ്ടത്? മക്കള് 2 പേരും കയറി കണ്ടു. വിഷ്ണുവും വിവേകം പോയി കണ്ടല്ലേ? എന്താ ഡോക്ടർമാര് പറയുന്നത്? 10 മണിക്ക് പറയാന്നുള്ളത്. മറ്റേ ആ ലങ്സിന്റെ ഇഷ്യൂ കുറഞ്ഞു വരുന്നുണ്ടെന്നാ പറഞ്ഞത്, ഓട്ടോമാറ്റിക്കലി കുറയുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയും നോക്കിയിട്ട് ചെയ്യാവുന്ന രീതിയിലാ പറഞ്ഞത്. ഓട്ടോമാറ്റിക് തന്നെ കുറയുന്നുണ്ട്, വ്യത്യാസം ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ തകരാറാ ആക്ച്വലി ഉള്ളത്? നമ്മുടെ ഹെഡ് ഇഞ്ചുറി നോർമലാണ്, കുഴപ്പമില്ല. ഈ നട്ടലിന് കുഴപ്പമുണ്ടെന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് ഈ ഹെഡായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നം, അത് മാറ്റാവുന്ന ചെറിയൊരു പ്രശ്നമുള്ളൂ. ഇപ്പൊ അങ്ങനെ ഒടിവൊന്നുമില്ല.
ആ ആ ആ ആ. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ആ ഒടിവുണ്ടെന്ന് പറഞ്ഞാണ് പലരും കൊടുത്തതാണ്, പക്ഷെ അങ്ങനെ ഒടിവൊന്നുമില്ല. ഉം, ഉം, ഉം. ഈ പിന്നെ ഹെഡിന് ഇഞ്ചുറി എന്തെങ്കിലും? ഹെഡിന് ഇഞ്ചുറി മുറിവാണ് പ്രധാനമായിട്ടുള്ളത്. അതിപ്പോ മുറിവൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ. ക്ലോട്ടിംഗ് ഒന്നുമില്ല. ഉം. ബാക്കി ന്യൂറോ ഇവിടെ റിനേലെ ന്യൂറോയും കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ജയകുമാർ സാറും നോക്കിയതിലും രണ്ടുപേരും ഓക്കെയാണ്, നോർമലാണ്, ഒരു ഇഷ്യൂ ഇല്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. ലെൻസ് എങ്ങനെയുണ്ട്? അതിന്റെ ഇപ്പൊ ക്ലോട്ടിങ് കുറഞ്ഞു വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി കുറയുന്നുണ്ടെന്നാണ് ഇന്ന് രാവിലെ ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഉം, ഉം, ഉം. അതിന് ട്രീറ്റ്മെന്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറയുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നുകൂടി തന്നെ മാറുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. റിനിയിലെ ട്രീറ്റ്മെന്റ് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്? മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചേക്കുന്നതുകൊണ്ട് എല്ലാവരും അതിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്, സർക്കാർ മെഡിക്കൽ ബോർഡ്. അതുകൊണ്ട് ട്രീറ്റ്മെന്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല.